ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്പലത്തിലൊക്കെ പോവാണ് കേട്ടോ. പക്ഷേ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ എനിക്ക് 2 ഗിഫ്റ്റ് ഹാമ്പർ ഡെലിവറി ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആദ്യം തന്നെ നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറും രണ്ടാമത്തേതൊരു ബർത്ത്ഡേ ഹാമ്പറും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഓച്ചിറ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ ഇതാ മാമനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, അപ്പോൾ ഒരു ജ്യൂസും ഷേക്കൊക്കെ കുടിച്ചിട്ട് ഇനി പോകാമെന്ന് വെച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. ഞാനല്ല, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. വന്നപ്പോൾ തന്നെ അവിടെ ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു. അപ്പം നേരെ പോയി നല്ല ചൂട് ചോറൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. സത്യത്തിൽ ഓച്ചിറ അമ്പലത്തിൽ ചെന്നാൽ കിട്ടുന്ന ആ ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റ് അമ്പലങ്ങളെ പോലെ ശ്രീകോവിലോ ഒന്നുമില്ല. അതാണ് മെയിൻ പ്രത്യേകത. വലിയ കാവുകളും മരത്തണലുകളൊക്കെ ഉള്ള ഒരു 32 ഏക്കർ ഭൂമിയാണ് ഇവിടുത്തെ അമ്പലം. പണ്ട് പടയണി പടക്കളമായിരുന്ന ഈ മണ്ണിൽ കായംകുളം രാജാവും ചെമ്പകശ്ശേരി രാജാവും തമ്മിൽ ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളിയൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത്. അതിനുശേഷമാണ് ഇതൊരു പവിത്രമായ പരബ്രഹ്മസ്ഥാനമായി മാറിയത്. അതുപോലെ അവിടുത്തെ വലിയ ഓച്ചിറ കാളകളും ശ്രദ്ധേയമാണ്. ശിവഭഗവാന്റെ വാഹനമായ നന്ദിയെ സങ്കല്പിച്ചാണ് ആളുകൾ അവിടെ നേർച്ച കാളകളെ സമർപ്പിക്കുന്നത്. ഞങ്ങളപ്പോൾ അതിന് പഴമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ചുറ്റി നടന്നു. ചുറ്റും ആളുകൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഭജനയും പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾ നേരെ കൊല്ലം കാട്ടിൽ മേക്കാതിൽ അമ്പലത്തിലേക്ക് പോയി. സന്ധ്യാസമയത്ത് ഈ കായലിനും കടലിനും നടുവിൽ ലൈറ്റൊക്കെ ഇട്ട് അമ്പലം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. ഈ അമ്പലത്തിനും രസമുള്ളൊരു ഐതിഹ്യമുണ്ട്. പണ്ട് മേക്കാതിൽ തറവാട്ടിലെ ഭക്തയായ ഒരു മുത്തശ്ശിക്ക് ദേവി നൽകിയ സാന്നിധ്യമാണ് ഇവിടുത്തെ ഭദ്രകാളി പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. അവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് മണികെട്ടൽ വഴിപാട്. പ്രാർത്ഥിച്ച് അവിടുത്തെ ആൽമരത്തിൽ മണി കെട്ടിയാൽ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ ആണെങ്കിൽ ആൽമരത്തിൽ ഒരുപാട് മണി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഈ മണിയുടെ കിലുക്കൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അവിടെ പൊങ്കാല പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് കുറച്ച് ടൈം ഈവനിങ് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ അമ്പലത്തിൽ വരാനായിട്ട് നമുക്ക് റോഡിലൂടെയും വരാം, അല്ലാതെ ഇവിടെ കടത്ത് കടന്നിട്ടും വരാം. അതിനുള്ള ബോട്ട് സർവീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ അങ്ങോട്ടൊക്കെ നടന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് നല്ല ചൂട് ചിക്കൻ പുട്ട് മിക്സും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.